മീഡിയ വൺ പുറത്തുവിട്ടിരിക്കുന്ന എക്സ്ക്ലൂസീവ് വാർത്ത വ്യക്തമാക്കുന്നത് റെയിൽവേയുടെ ഒരു നിലപാട് മാറ്റമാണ്. കാരണം നേരത്തെ സ്റ്റാൻഡേർഡ് ഗേജ് എന്നുള്ള കാര്യം അത് കേരയിൽ ഒപ്പം തന്നെ റെയിൽവേ കൂടെ ചേർന്ന് തീരുമാനിച്ച കാര്യമാണ്. 2019 DPR സമർപ്പിക്കുമ്പോൾ അതിൽ വ്യക്തമായി പറഞ്ഞിരുന്നു അതൊരു സ്റ്റാൻഡേർഡ് ഗേജ് ആണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന്. എന്നാൽ ഇപ്പോൾ ബ്രോഡ് ഗേജിന് വേണ്ടിയുള്ള റെയിൽവേയുടെ വാദമാണ് സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ബ്രോഡ് ഗേജ് എന്ന് പറയുമ്പോൾ ദൂരപരിധികൾ, അതായത് 220 കിലോമീറ്റർ എന്ന വേഗതയിൽ ഓടാൻ കഴിയില്ലാത്ത ഒരു പാത. അപ്പോൾ അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ ഇത്ര പണം മുടക്കണോ, വിദേശ സഹായം ലഭിക്കില്ല തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും റെയിൽവേയുടെ നിലപാട് മാറ്റത്തിൽ സംസ്ഥാന സർക്കാർ ഇനി എങ്ങനെ അതിനോട് പ്രതികരിക്കും? ഒപ്പം തന്നെ ഈ മിനിറ്റ്സിൽ കൃത്യമായി പറയുന്നുണ്ട് റെയിൽവേ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ സ്റ്റാൻഡേർഡ് ഗേജിലേക്ക് എത്തിയത് എന്നുള്ള. അപ്പോൾ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ കൂടി എടുക്കേണ്ടതുണ്ട്. KR സാജു വിവരങ്ങൾ നൽകും. സാജു, റെയിൽവേയുടെ നിലപാട് മാറ്റമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. കാരണം 2019 അവർ അതിനെ അംഗീകരിച്ചുകൊണ്ട് അവർ അറിഞ്ഞുകൊണ്ട് പോയ ഒരു കാര്യമാണ്. പിന്നീട് രാഷ്ട്രീയ നിലപാടുകൾ മൂലമായിരിക്കുമോ റെയിൽവേയുടെ നിലപാട് മാറ്റം ഉണ്ടായിരിക്കുന്നത്? അന്നത്തെ മിനിറ്റ്സിൽ എന്തൊക്കെ വ്യക്തമായി പറയുന്നു സാജു? ജിൽസി, 2019 ഡിസംബർ 10 KRDCL ഈ പദ്ധതി കേന്ദ്ര റെയിൽവേ ബോർഡിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അന്നത്തെ ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ജ്യോതിലാലും അതുപോലെ തന്നെ KRDCLന്റെ MD ആയ അജിത് കുമാറും ചേർന്നാണ് ഈ പദ്ധതിയുടെ പ്രസന്റേഷൻ കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന സമിതിക്ക് മുമ്പാകെ നടത്തുന്നത്. അതിലകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമായി പറഞ്ഞത് ഇത് സ്റ്റാൻഡേർഡ് ഗേജിലായിരിക്കും ഈ പാത ഉണ്ടാകുക എന്നുള്ളതാണ്. ഇതൊരു സ്റ്റാൻഡ് അലോൺ പദ്ധതിയായി മുന്നോട്ട് പോകണമെങ്കിലും പ്രതീക്ഷിക്കുന്ന വേഗത കൈവരിക്കണമെങ്കിലും സ്റ്റാൻഡേർഡ് ഗേജ് വേണം എന്നതിനാൽ തത്വത്തിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന നിലയിലാണ് മിനിറ്റ്സിന്റെ ആദ്യ ഭാഗത്ത് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് 2019 ഡിസംബർ 10 യോഗം. ഡിസംബർ 18 കേന്ദ്ര റെയിൽവേ ബോർഡ് ഈ മിനിറ്റ്സ് അംഗീകരിച്ചുകൊണ്ട് KRDCLന് കൈമാറുകയും ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ പുറത്തുവിടുന്ന ഒന്നാമത്തെ സുപ്രധാനമായ രേഖ. ആ രേഖ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്റ്റാൻഡേർഡ് ഗേജ് എന്ന കേരളത്തിന്റെ നിർദ്ദേശത്തെ ആ ഘട്ടത്തിൽ റെയിൽവേ ബോർഡ് എതിർത്തിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, കേരളം സമർപ്പിച്ച DPRന്റെ എക്സിക്യൂട്ടീവ് സമ്മറി കൂടി പരിശോധിക്കുക. അതിനകത്തും വളരെ കൃത്യമായി പറയുന്നുണ്ട് സ്റ്റാൻഡേർഡ് ഗേജിലാക്കാൻ ഇത് തീരുമാനിച്ചത് കേന്ദ്ര റെയിൽവേ ബോർഡുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത്. അതായത് ആ ചർച്ചകളിൽ അവർ എതിർത്തിരുന്നില്ല ആദ്യഘട്ടത്തിൽ സ്റ്റാൻഡേർഡ് ഗേജ് എന്നുള്ളതിനെ. സ്റ്റാൻഡ് അലോൺ പദ്ധതി എന്ന നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന 220 കിലോമീറ്റർ വേഗത എന്ന് പറയുന്നത് കൈവരിക്കാൻ സ്റ്റാൻഡേർഡ് ഗേജ് വേണമായിരുന്നു എന്ന നിലപാടിൽ തന്നെയായിരുന്നു അന്ന് കേന്ദ്ര റെയിൽവേ ബോർഡിലെ ടെക്നിക്കൽ സംഘം ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിലും ഈ രേഖകൾ വായിച്ചു നോക്കുമ്പോൾ ഒരു സംശയവും ആർക്കുമില്ല. പിന്നീടാണ് കേന്ദ്രത്തിന്റെ നിലപാട് മാറുകയും സ്റ്റാൻഡ് അലോൺ എന്നതിന് തന്നെ അവർ എതിരാകുന്നു. പകരം വന്ദേ ഭാരതും ചരക്ക് ട്രെയിനും കൂടി ഓടിക്കാൻ കഴിയുന്ന പാതയായി ഇതിനെ മാറ്റണം എന്ന് പറയുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ബ്രോഡ് ഗേജിലേക്ക് മാറുക എന്നതിലേക്ക് കാര്യങ്ങൾ നയപരമായ മാറ്റം റെയിൽവേയുടെ തീരുമാനത്തിലേക്ക് എത്തിയത്. അതായത് സംസ്ഥാന സർക്കാരിനെ ഇപ്പോൾ DPR മുഴുവൻ പൊളിച്ചെഴുതേണ്ട തലത്തിലേക്ക് എത്തിച്ചത് റെയിൽവേയുടെ ആദ്യമായി ഉണ്ടായ തീരുമാനങ്ങളിൽ നിന്നുള്ള. തീർച്ചയായിട്ടും സാജു, സംസ്ഥാന സർക്കാരിന് ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? കാരണം DPR പൊളിച്ചെഴുതുക എന്നുള്ള കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സർക്കാർ പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. വിദേശ വായ്പയടക്കം സർക്കാരിന് അതൊരു സ്വപ്നമായി മാറും. അപ്പോൾ അത്തരം നീക്കത്തിന് നിൽക്കാതെ ഒരു അന്വയത്തിന്റെ പാതയിലൂടെ ഇത് സ്റ്റാൻഡേർഡ് ഗേജ് ആക്കി മാറ്റാൻ കഴിയുമോ എന്ന് റെയിൽവേയുമായി ചർച്ച നടത്തും. കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ച അത്തരത്തിലൊരു അനുനയ ചർച്ചയ്ക്കായിരിക്കും ഇനിയിപ്പോൾ സർക്കാർ മുൻകൈയെടുക്കുക. ജിൽസി, ഇപ്പോഴത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ നയനിലപാടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ സ്റ്റാൻഡേർഡ് ഗേജിൽ നിന്നും ബ്രോഡ് ഗേജ് വേണമെന്ന നിലപാടിൽ നിന്നും പിന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഈ പദ്ധതി നടപ്പാക്കണമെങ്കിൽ ഇപ്പോഴുള്ള DPR ആകെ പൊളിച്ചു മാറ്റിക്കൊണ്ട് പുതിയ രീതിയിലേക്ക് പോകണം. അതിന് സംസ്ഥാന സർക്കാരിന് എത്രത്തോളം കഴിയും എന്നുള്ളതാണ്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്രോഡ് ഗേജ് പാതയായി മാറുകയാണെങ്കിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ ഒരു റെയിൽവേ ലൈൻ എന്ന് മാത്രമേ അതിനെ വിളിക്കാൻ കഴിയുള്ളൂ. കാരണം ഈ അതിവേഗ റെയിലിനായി കേരളം ഇത്രയും അധികം പൈസ വായ്പയെടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് 4.5 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് അതിവേഗത്തിൽ എത്തുക എന്നുള്ളതാണ്. അത് സാധ്യമല്ലാത്ത ഒരു വന്ദേ ഭാരതിന്റെ സ്പീഡിൽ പോകുന്ന ഒരു ട്രാക്ക് ആണെങ്കിൽ അതുകൊണ്ട് പ്രതീക്ഷിച്ചത്ര പ്രയോജനമില്ല. അപ്പോൾ ഇത്രയധികം വായ്പയെടുത്ത് കടക്കണിയിലായ ഒരു സംസ്ഥാനത്തിന് വീണ്ടും വായ്പ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കേണ്ടമോ എന്ന ചോദ്യം രാഷ്ട്രീയമായി തന്നെ ഉന്നയിക്കപ്പെടാം. അങ്ങനെ ഉന്നയിക്കപ്പെടുമ്പോൾ ഇപ്പോഴുണ്ടായിരുന്ന പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത് ഭൂമി നഷ്ടപ്പെടുന്നവരുടെ പ്രതിഷേധങ്ങളായിരുന്നുവെങ്കിൽ അതിനപ്പുറമുള്ള രാഷ്ട്രീയമായ ഉത്തരങ്ങൾ പറയേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരും സർക്കാരിന് നേരെ. അത് സർക്കാരിനെ വെട്ടിലാക്കുന്നതാണ് ജിൽസി.